ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ നോക്കൂ, മത തീവ്രവാദം അതുപോലെ മതഭീകരവാദം ഇതൊക്കെ വരുത്തി വെച്ച ദുരന്തങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ ആരിഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് നോക്കൂ, ഇന്നലെ ഈ ഡൽഹിയിലെ സ്ഫോടനം നടന്നു. കേരളത്തിലെ ഏതെങ്കിലും ഈ ഇസ്ലാം മത പണ്ഡിതൻ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ആരെങ്കിലും പോട്ടെ, ഒരു 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 ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാവ്, അല്ല യൂത്ത് ലീഗിൻ്റെ നേതാവ്, ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അപ്പോൾ നോക്കൂ, പരോക്ഷമായി ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമല്ലേ മത മേലധ്യക്ഷന്മാർ, മതമേധാവികൾ, മതപണ്ഡിതന്മാർ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? അത് തന്നെയല്ലേ ഇത് എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായും, അതായത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ആരാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും അവരെ നമ്മുടെ സമൂഹം സ്വീകരിക്കില്ല എന്നൊരു നിലപാട് എന്തുകൊണ്ട് ഇസ്ലാം മത മേലധ്യക്ഷന്മാർ എടുക്കുന്നില്ല? അനിൽ, ഇതിലൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആരിഫ് പറഞ്ഞതൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ആരും ഇതിനെപ്പറ്റി സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിലും അബ്ദുള്ള സാർ എന്ന് പറഞ്ഞത് വളരെ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിരുന്നു. ആ കാര്യം അദ്ദേഹമായിട്ട് സമ്മതിച്ചുല്ലോ ഇങ്ങനൊരു ആക്ട് നടന്നത് ശരിയല്ല. ഇതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട് അനിൽ. ഇതിലൊരു ഡിനയബിലിറ്റി ഫാക്ടർ ഉണ്ട്. എന്നാൽ ഇസ്ലാമില് ഈ പറഞ്ഞ മാതിരി എന്ത് ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഉണ്ടാവും. അതേസമയത്ത് നോക്കുന്ന ഹിന്ദുക്കൾ എവിടെയെങ്കിലും ഉണ്ട്. സാധ്വി പ്രഗ്യയുടെ കേസ് എടുത്തോ. സാധ്വി പ്രഗ്യയുടെ മേലുള്ള അക്യൂസേഷന്റെ വലിയൊരു കഥയുടെ ചെറിയൊരു കഥയാക്കി പറയുകയാണെങ്കിൽ, അവരുടെ അടുത്തൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ മോട്ടോർ സൈക്കിൾ അവർ വേറൊരാൾക്ക് വിറ്റു. ആ ആള് മൂന്നാമത്തെ ആൾക്ക് വിറ്റു. ഇപ്പൊ ഡൽഹി കേസിൽ അത് തന്നെ ഉണ്ടായത്. ആദ്യത്തെ ആളാണ് പിടിയലായത്. പക്ഷെ അയാളിപ്പോ വിടും. ബിക്കോസ് അയാളല്ല ഇത് ചെയ്തത്. ശരിയാണ്, ഇല്ലീഗലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്തില്ല, അതൊരു തെറ്റാണ്, അത് ചെയ്തേ പറ്റൂ. പക്ഷെ അതേ പ്രോബ്ലം ഇതേ സമയത്ത് വന്നപ്പോൾ എന്താണ് സാധ്വി പ്രഗ്യയുടെ മേലെ പറയാണ്ടിട്ട്? സാധ്വി പ്രഗ്യയുടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നില്ല, അവര് വണ്ടി ബോംബ് ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പൊ അത് പറയണമെങ്കിൽ സൽമാൻ എന്ന് പറഞ്ഞ ആദ്യം കാറുണ്ടായിരുന്ന ആളല്ലേ ഇപ്പൊ ജയിലിൽ പോകേണ്ടത്? അതാണ് ഒരു ഇക്വാലിറ്റി ഇല്ലാത്ത ലോയിന് മുമ്പ്. ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം അനിൽ. ഹൈദരാബാദിൽ 2 പ്രാവശ്യം മേജർ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. എല്ലാവരും മറന്നു അതിനെപ്പറ്റി. ഇതൊക്കെ UP-യുടെ കാലത്താണ് നടന്നത്. 2007 2013 കുറെ പേര് കൊല്ലപ്പെട്ടു. ഒരു ബ്ലാസ്റ്റ് നടന്നത് ലുംബിനി പാർക്ക് എന്നിട്ട് അവിടെ വൈകുന്നേരം ഒരു ലേസർ ഷോ നടക്കുന്ന ഹൈദരാബാദിലെ ഹുസൈൻ സാഗറിലേക്ക് തൊട്ടടുത്ത് നടന്നതാണ്. അതല്ലാണ്ട് ഗോകുൽ ചാട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു ഫേമസ് ചാട്ട് സെന്റർ ഉണ്ട്. കോട്ടി എന്ന് പറഞ്ഞൊരു കമേഴ്ഷ്യൽ സെന്റർ, നമ്മുടെ ചാന്ദി ചോക്കുമായി തന്നെ. അവിടെ നടന്നതിൽ കുറെ പേര് മരിച്ചു. പിന്നെ നടന്നത് മക്കാം മസ്ജിദിൽ നടന്നു. ഇങ്ങനെ കുറെ സ്ഥലത്ത് നടന്ന. പിന്നെ ദിൽഷുഖ് നഗർ എന്ന് പറഞ്ഞ വേറെ സ്ഥലത്ത്, ഹൈദരാബാദിന്റെ ഒരു സബർബാണ്, അവിടെ നടന്നൊരു ബ്ലാസ്റ്റ്, കുറെ പേര് കൊല്ലപ്പെട്ടു. ഇതിലെല്ലാം അക്യൂസ്ഡ് ഒറ്റാളായിരുന്നു. ആദ്യത്തെ അക്യൂസ്ഡ് പിടിച്ചപ്പോൾ ഇവര് അക്യൂസ്ഡ് മാറ്റി സ്വാമി അസീമാനന്ദനെ കൊണ്ടുവന്നു. എവിടെയില്ലാത്ത അസീമാനന്ദനെ പിടിച്ചത് കൊണ്ടിട്ടു. സംജോത്ത എക്സ്പ്രസ്സിലുള്ള അസീമാനന്ദന്. അങ്ങനെ ഇതിനെപ്പറ്റി ഒരു കണക്ഷൻ ഇല്ല. കോടതി അവസാനം അങ്ങനെ വെറുതെ വിട്ടപ്പോ ചോദിച്ചു, ഇയാൾ ഇവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? ബിക്കോസ് വേറെ നല്ല ഒരു ബാലൻസിങ് ആക്ട് വേണം. ഈ നമ്മൾ പറയില്ലേ മങ്കി ബാലൻസിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇയാളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇവരെ ശിക്ഷിച്ച അപ്പൊ പിന്നെ ഈക്വൽ ആയില്ലോ എന്നുള്ള. അപ്പൊ അങ്ങനെയാണ് കോൺഗ്രസ് ഗവൺമെന്റ് ഒരു ലോജിക് ഉണ്ടായിരുന്നു. ഇതിന്റെ അവസാനം എന്തായി? ശരിക്കുള്ള ആൾക്കാരെ പിടിച്ചു, അവരെ ശിക്ഷിച്ചു, അവർക്ക് ഡെത്ത് സെന്റൻസ് കൊടുത്തു കോടതി. ആലോചിച്ച് നോക്കും. ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. ഈ പറഞ്ഞ മാതിരി എന്തിനാണ് ഒരു ഇസ്ലാമിക് ഒരു തീവ്രവാദം വരുമ്പോ അവരെ കണ്ടോൺ ചെയ്യണത് എന്തിനാണ്? ഇപ്പൊ നമ്മൾ കണ്ടിരുന്നു സദ്ദാം ഹുസൈൻ തൂക്കിക്കൊന്നപ്പോ ഇവിടെ നാട്ടിലൊരു ബന്ധൊക്കെ താടിച്ചുണ്ട് കേരളത്തിൽ. അത് എന്തിനാണത്? സദ്ദാം ഹുസൈൻ ആരുടെയായിരുന്നു? നമ്മുടെ അമ്മാവനൊന്നല്ലോ. അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര വലിയത് കൊടുക്കുന്നത്? അദ്ദേഹം കൊന്ന ആൾക്കാരുടെ കണക്ക് വേറെ, അത് നമ്മൾ വേറെ പറയണ്ട. ഗദ്ദാഫി, അത് സെയിം സ്റ്റോറി. ഹഫീസുൽ അസദ്, സെയിം സ്റ്റോറി. ഇതന്നെ കഥ. പക്ഷെ അതൊക്കെ വരുമ്പോ കണ്ടോൺ ചെയ്യും. അതേ സമയത്ത് ഒരു ഹിന്ദു തീവ്രവാദി, സോ കോൾഡ് ഹിന്ദു തീവ്രവാദി വന്നു കഴിയുമ്പോൾ അപ്പോഴാണ് സാധ്വി പ്രഗ്യാനെ, കേണൽ പുരോഹിത്തിനെ പിടിച്ചിട്ടിട്ട് കളിച്ച കളി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വൺ സൈഡഡ്, ലോഫ് സൈഡഡ് വ്യൂ ആയിപ്പോയി. നമുക്ക് ഇസ്ലാമിക് ടെററിസത്തിനെ കണ്ടോൺ ചെയ്യാനോ കണ്ടം ചെയ്യാനോ ഇസ്ലാമിസ്റ്റ് ഈ പറഞ്ഞ മാതിരി ആരിഫ് ഹുസൈനെ മാതിരി വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതിനെപ്പറ്റി കണ്ടം ചെയ്യാൻ, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വർത്താനം പറയാൻ, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അതേ സമയത്ത് ഒരു ഹിന്ദു തീവ്രവാദിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ അതിട്ട് ഫുട്ബോൾ കളിക്കും. അതിന് സംശയമില്ല. ഇത് ഈ ഒരു കണ്ടം എന്താ ഇവരൊരു എന്താ പറയുക, ഒരു അബ്രഹാമിക് റിലീജിയന്റെ പ്രോബ്ലം ഇതാണ്. അവിടെ വരുമ്പോൾ അവർക്ക് കണ്ടം ചെയ്യാൻ പറ്റുന്നത്. ഇത് സെയിം തിങ് ഇത് പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്. നമ്മുടെ ഷിൻഫേന്റെയും നമ്മൾ IRA ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നടന്ന തീവ്രവാദ ആക്ടിവിറ്റീസിന് ഇതന്നെയാണ് അവിടുത്തെ പ്രോബ്ലം. അവർക്ക് കണ്ടം ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ മെയിൻ സ്ട്രീമിന്റെ കൂടെയാണ്. അപ്പൊ ഹൈദരാബാദിൽ നമ്മുടെ ഒവൈസി സാർ ഉണ്ട്, അസദുദ്ദീൻ ഒവൈസി.
അദ്ദേഹത്തിന്റെ ഒരു അനിയനുണ്ട്, നമ്മളെല്ലാവരുടെ വീഡിയോ കണ്ടു കാണും, അക്ബറുദ്ദീൻ ഒവൈസി, MLA ഒക്കെയാണ് ആള്. ആള് പണ്ടൊരു സ്പീച്ച് കൊടുത്തിരുന്നു ഹൈദരാബാദിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ ദൂരം നിർമ്മൽ എന്ന സ്ഥലത്ത്, മഹാരാഷ്ട്ര ബോർഡറിൽ. അദ്ദേഹം എന്താ പറഞ്ഞത്, 15 മിനിറ്റ് പോലീസുകാരെ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങള് എവിടെ ഹൈദരാബാദിൽ അല്ലെങ്കിൽ തെലങ്കാനയിലുള്ള ഹിന്ദുക്കളെല്ലാം ഞങ്ങൾ ഫിനിഷ് ചെയ്ത് തരാം. കംപ്ലീറ്റ് അത് പറഞ്ഞ ആക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. വീഡിയോ വന്നു, കേസ് നടന്നു, പക്ഷെ അവസാനം കേസ് തള്ളിപ്പോയി. ബിക്കോസ് തെലങ്കാന പോലീസ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ആ വീഡിയോ ഇല്ല. ഇത് എല്ലാവരും കണ്ട വീഡിയോ അവരുടെ കയ്യിലില്ല. ആലോചിച്ച് നോക്കൂ. ഇതായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു സൈഡില് ഒരു പാർട്ടി ഒരു റിലീജിയനെ ഫേവർ ചെയ്ത് കാണുന്നു. ഇപ്പൊ അടുത്ത് തന്നെ നടന്ന ഒരു ജൂബിലി ഹിൽസ് ഇലക്ഷൻ, ഇന്നാണ് അവിടുത്തെ വോട്ടിംഗ് നടന്നത് ഹൈദരാബാദിൽ. അവിടെ രേവന്ത് റെഡ്ഡി പോയി പറഞ്ഞത് എന്താണ് അനിൽ, മുസ്ലിംസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടെങ്കിൽ മുസ്ലിംസ് ഉണ്ടാവും, കോൺഗ്രസ് ഇല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ടാവില്ല. അബ്ദുള്ള സാറ് പറയണം, ഇത് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ. ഇതേ സ്റ്റേറ്റ്മെന്റ് ഒരു BJP മുഖ്യമന്ത്രി പറഞ്ഞു. നാളെ യോഗി ആദിത്യനാഥ് പറഞ്ഞു BJP ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഉണ്ടാവും, ഹിന്ദുക്കൾ ഇല്ലെങ്കിൽ BJP ഉണ്ടാവില്ല. കഴിഞ്ഞില്ല പിന്നെ പണി. പിന്നെ അടുത്ത 3 ദിവസം തന്നെയായിരിക്കും ഡിബേറ്റ് ടെലിവിഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വരെ രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ മല്ലികാർജുൻ ഖാർഗെ ഒറ്റാള് ഇതിനെ കണ്ടം ചെയ്തില്ല. ഒരാളും മിണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി. അത് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല, അദ്ദേഹം തെറ്റായി പറഞ്ഞു, അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആ ജൂബിലി ഹിൽസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1.5 ലക്ഷം മുസ്ലിം വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഞാൻ പറയും, ഒരു സൈഡില് അക്ബറുദ്ദീൻ ഒവൈസി പറയുമ്പോൾ ഒരു ന്യായം, മറ്റേ സൈഡില് സാധ്വി പ്രഗ്യ പറയുമ്പോൾ വേറൊരു ന്യായം. തിരിച്ചറിവ് വന്നു തോന്നുന്നു അല്ലേ? ഒവൈസിയുടെ കാര്യം അനിൽ, ഞാൻ പറയണെങ്കിൽ ഇപ്പോഴത്തെ ബീഹാർ ഇലക്ഷനിൽ ഒവൈസിയുടെ സ്പീച്ച് കേട്ടിട്ടുണ്ട് അനിൽ. അദ്ദേഹം മോദിയെക്കാട്ടിലും അഗ്രസീവ് ആയിട്ടാണ് ഈ മഹാഗഡ്ബന്ധനെ അറ്റാക്ക് ചെയ്തത്. അഗ്രസീവായിട്ട്. എന്താ കാരണം, അദ്ദേഹത്തിന് അറിയാം BJPക്ക് മുസ്ലിം വോട്ടുകൾ കിട്ടില്ല ബീഹാറിൽ. അപ്പൊ ആരാ കിട്ടുക? ഈ മഹാഗഡ്ബന്ധന്റെ മുസ്ലിം യാദവ് കോമ്പിനേഷൻ. അദ്ദേഹം കയറി പിടിച്ച തേജസ്വി യാദവിന്. ഓരോ നടന്ന റയറ്റിനെ പറ്റി തേജസ്വി രാജവും അവരുടെ അച്ഛനും ഭരിച്ച കാലത്ത് അന്ന് നടന്ന ഓരോ കമ്മ്യൂണൽ റയറ്റിനെ എടുത്ത് പറഞ്ഞു. അതിൽ എന്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ടപ്പോൾ ആ സ്പീച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ നടത്തിയ റൈറ്റ്, എത്ര പേര് മരിച്ചു, ആരായിരുന്നു ഭരിച്ചെന്ന്, ലാലു പ്രസാദ് യാദവ്. അങ്ങനെ ശരിക്കും ഞാൻ പറഞ്ഞു, മോദി അങ്ങനെ പറയായിരുന്നു, മോദി പറഞ്ഞില്ല. അക്ബറുദ്ദീൻ ഒവൈസി പറഞ്ഞു. എന്റെ ഡേ അദ്ദേഹത്തിന് മോദി, നമുക്കറിയാലോ, ഈ ശശി തരൂറിന്റെ കൂടെയും മനോജ് തിവാരിയുടെ കൂടെയൊക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് കുറെ രാഷ്ട്രങ്ങളിലേക്ക് വിട്ടിരുന്നു. ഇത് വെരി എറുഡൈറ്റ് ജെന്റു. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ മാതിരി കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആരും ഇല്ല. അദ്ദേഹത്തിന് അറിയാം ആരെ എവിടെ വെച്ച് അറ്റാക്ക് ചെയ്യണം. അദ്ദേഹം ഓൾഡ് സിറ്റിയിൽ പോകുമ്പോൾ ഹൈദരാബാദിൽ അയാളുടെ പാട്ട് മാറും. അപ്പൊ പറയാം അവിടെ RSS വരുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ RSS വരും, നിങ്ങൾ നാരെ ഭരിക്കും. അപ്പൊ മുസ്ലിംസ് എൻ മാസ് ആയിട്ട് വോട്ട് ചെയ്യും. ഹൈദരാബാദിലെ പ്രോബ്ലം എന്താ അറിയാൻ, പഠിച്ച മുസ്ലിം ഓൾഡ് സിറ്റിയിൽ നിന്ന് ഹൈടെക് സിറ്റിയിലേക്ക് പോകും, എവിടുത്തെ IT ക്യാപിറ്റൽ. അതാണ് അത് പ്രോബ്ലം. അത് കാരണം ഒവൈസിയുടെ ഒരു സ്ട്രാറ്റജി എന്താണ്, അവരെ പഠിപ്പിക്കാൻ ചാൻസ് കൊടുക്കരുത്. അതാണ് അവരുടെ ഓപ്പൺ സ്ട്രാറ്റജി. ആൾക്കറിയാം, ഒരു എഡ്യൂക്കേറ്റഡ് മുസ്ലിം ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങും, എന്ത് നിങ്ങൾ ചെയ്താൽ എന്താ ആവുക എന്നുള്ളത്. അത് കാരണം കണ്ടോ, ലാസ്റ്റ് ടൈം ഹൈദരാബാദിൽ ചാർമിനാർ കോൺസ്റ്റിറ്റ്യുവൻസി, ഇദ്ദേഹത്തിന്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, 40% മാത്രമേ വോട്ട് വീണുള്ളൂ. അനിലെ 40%. 80%, 70% വോട്ട് പെർസെന്റേജ് ഉണ്ടാവുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 40% ആൾക്കാർ വോട്ട് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ബിക്കോസ് അദ്ദേഹം അവർക്ക് മനസ്സിലായി ഇതാണ് ഒവൈസിയുടെ സ്ട്രാറ്റജി. ഒവൈസി ചെയ്യുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ, പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത മാതിരി. ആ ഇതിന് റിജക്ഷൻ ആയിട്ടാണ് 40-60% ആൾക്കാർ. ബിക്കോസ് ഓൾഡ് സിറ്റിയിൽ ഓൾമോസ്റ്റ് 90% മുസ്ലിംസ് ആണ്, അവർ വോട്ട് ചെയ്യാൻ വന്നില്ല. അതൊരു ഒവൈസിക്ക് ഒരു വലിയൊരു മെസ്സേജ് ആയിരുന്നു. ഇതാണ് അതിന്റെ മെയിൻ കാരണം. ബിക്കോസ് മുസ്ലിംസിനെ കണ്ടം ചെയ്യാൻ, മുസ്ലിംസ് ചെയ്ത ആക്ടിവിറ്റിയെ കണ്ടം ചെയ്യാൻ ഒരു മുല്ലയോ ഒരു ഉലയമായോ അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ പ്രേയേഴ്സിലോ പറയില്ല. ഞാൻ പറഞ്ഞു, ഈ വരാൻ പോകുന്ന ഫ്രൈഡേ പ്രേയേഴ്സിൽ, ഈ വരാൻ പോകുന്ന ഇതില് ജുമ്മയ്ക്ക് പറയോ, ഈ ഓരോ പള്ളിയിലും ഇത് വിളിച്ചു പറയോ, ഇത് നടത്തിയത് തെറ്റായിരുന്നു, ഇത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞ്, എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ നാട്ടിൽ നടക്കുമോ, ഹൈദരാബാദിൽ നടക്കുമോ, അല്ലെങ്കിൽ ഡൽഹിയിൽ നടക്കുമോ, നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നടന്ന നല്ല കാര്യം അബ്ദുൾ സാറ് പറഞ്ഞവർ, യെസ് ഇറ്റ് ഷുഡ് ബി കണ്ടംഡ്. അതാണ് അതിന്റെ വേണ്ടത്.